മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു ജീവന്റെ കഥയാണ് ഇനി പറയാനുള്ളത്. പത്തനംതിട്ട തട്ടയിലുള്ള നന്ദന ഫാമിലെ ഒരു തത്തയാണ് താരം. ഫാം ഉടമകളായ ചിക്കുവിന്റെയും ഷീജയുടെയും പ്രിയപ്പെട്ട തത്ത മരണത്തെ മുഖാമുഖം കണ്ട ശേഷം രക്ഷപ്പെട്ട ആ സ്റ്റോറി കാണാമിനി. വയറ്റിനുള്ളിലെ അവയവങ്ങൾ പുറത്ത് കാണാവുന്ന തരത്തിലുള്ള പരിക്ക്. തെരുവു നായ്ക്കൾ കടിച്ചു കീറിയതാണ് മുത്തു എന്ന ഈ തത്തെ. നന്ദന ഫാം ഉടമകളായ ഷീജയുടെയും ചിക്കുവിന്റെയും ഏറ്റവും പ്രിയപ്പെട്ട തത്ത. ഒരു ദിവസം എല്ലാവരും പുറത്തു പോയപ്പോൾ തെരുവു നായകൾ കടിച്ചതാണ്. നെഞ്ചിലുൾപ്പെടെ ഗുരുതര മുറിവ്. ശരീരത്തിനകത്തെ അവയവങ്ങൾ പുറത്തു കാണുന്ന അവസ്ഥ. അന്ന് ഞങ്ങളും ഇല്ലായിരുന്നു, ജോലിക്കാരും ഇല്ലായിരുന്ന സമയമായിരുന്നു. വൈകുന്നേരമായപ്പം കുറച്ച് 5-6 നായ്ക്കൾ വന്ന് ഇതിൻ്റെ കൂടെല്ലാം തല്ലി താഴെയിട്ട് നല്ലപോലെ ആക്രമിച്ചു. ഞങ്ങൾ വന്ന് നോക്കിയപ്പം നെഞ്ചിൻ്റെ ഈ സൈഡ് നല്ല വലിയൊരു മുറിവ്, അതിനകത്തിലെ അവയവങ്ങളൊക്കെ കാണുന്ന രീതിയിൽ തന്നെ നല്ലൊരു മുറിവായിരുന്നു. ഡോക്ടർമാരുടെ പരിശോധനയിൽ അല്പം ഗുരുതരമാണ് മുത്തുവിന്റെ ആരോഗ്യനില എന്ന് മനസ്സിലായി. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. അടർന്നു പോയ കീൽ ബോണിന്റെ ഭാഗം നീക്കി നെഞ്ചിൻ കൂട് പൂർവ്വസ്ഥിതിയിലാക്കി. ഒരു പ്രതീക്ഷയുമില്ലാതെ നടത്തിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മരുന്നുകളോട് മുത്തു വേഗം പ്രതികരിച്ചു. ഒടുവിൽ തിരികെ ജീവിതത്തിലേക്ക്. രാവിലെ കൊണ്ടുവന്ന് ഹരിപ്പാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 1 മണിക്കൂറോളമുള്ള സർജറി നടത്തി. ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ മുത്ത് നല്ല ആക്റ്റീവായിട്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന ശേഷം ഫുഡ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഫുഡ് എടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഫുഡും എടുക്കുന്നുണ്ട്. നല്ല ആക്റ്റീവായിട്ട് മെഡിസിനെല്ലാം നല്ല രീതിയിൽ കഴിച്ചു. ഒരാഴ്ച കൊണ്ട് മുറിവെല്ലാം നല്ല രീതിയിൽ കരിഞ്ഞ് നല്ല ആക്റ്റീവായിട്ട് വന്നു. ഇന്ന് നന്ദന ഫാമിലെത്തുന്ന സന്ദർശകർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ മുത്തുവാണ്. മരണത്തെ മുഖാമുഖം കണ്ട ശേഷമാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. മുത്തുവിനെ രക്ഷപ്പെടുത്താൻ ഏറ്റവും മികച്ച ചികിത്സയാണ് ഡോക്ടർമാർ നൽകിയതെന്നാണ് ഷീജയുടെയും ചിക്കുവിന്റെയും അഭിപ്രായം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.